പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ കർത്താവ് സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തം അതാണല്ലോ നമ്മളെ വീണ്ടെടുക്കാൻ കാരണമായത്. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും വിടുവിക്കപ്പെടാൻ കാരണം യേശുവിൻ്റെ രക്തമാണ്. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴിക്കപ്പെട്ട അവസാന തുള്ളി വരെ കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കി. ആ രക്തത്തിൻ്റെ മഹത്വം, ആ രക്തത്തിൻ്റെ വിടുതൽ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് യേശുവിൻ്റെ രക്തം അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പ്രയോഗിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ അത് നമുക്ക് വിടുതലായി തീരുന്നു എന്ന് നമുക്കിന്ന് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് യേശുവിൻ്റെ രക്തം എത്ര തവണ കർത്താവ് ചൊരിഞ്ഞു, ആ ഓരോ തവണ കർത്താവ് ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് സൗഖ്യമായിട്ടും വിടുതലായിട്ടും ആരോഗ്യമായിട്ടും മാനസിക ശാരീരികമായിട്ടുള്ള എല്ലാ രീതിയിലും കർത്താവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ചെയ്തു, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. പക്ഷേ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം കർത്താവിൻ്റെ രക്തം നമ്മളെ എങ്ങനെ സ്വാതന്ത്ര്യമാക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം വരുത്തുന്നു, സാത്താനെ അല്ലെ ദുഷ്ടനെ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് എങ്ങനെ ജയിക്കാം. നമ്മൾ യേശുവിൻ്റെ രക്തം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും സാത്താനെ ജയിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ യേശുവിൻ്റെ രക്തം പറയുന്നതിനൊപ്പം തന്നെ യേശുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം എന്താണത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്, ആ രക്തം എങ്ങനെയാണ് നമ്മളെ വിടുവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ആ രക്തത്തിൻ്റെ യഥാർത്ഥമായ അതിൻ്റെ വിടുതൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെയൊക്കെ സമ്പത്തിന്മേൽ അല്ലെ നമ്മുടെയൊക്കെ അനുഗ്രഹങ്ങളുടെ മേൽ എങ്ങനെ ഒരു വിടുതലായി ഒരു അടയാളമായി തീരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്നൊന്ന് ശോധന ചെയ്യാം. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിനെ 11-ാം വാക്യം. വെളിപ്പാട് 12:11. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും താങ്കളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം താങ്കളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന അവർ സാത്താനെ ജയിച്ചു. ആരെ ജയിച്ചു? സാത്താനെ ജയിച്ചു. അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും, ആദ്യം അവരെന്താണ് അവരുടെ ആയുധം? കർത്താവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തത്താലും അവരുടെ സാക്ഷ്യത്താലും സാക്ഷ്യവചനത്താലും സാത്താനെ ജയിച്ചു. അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പറയുകയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അല്ലെ ആർക്കാണ് സാത്താനെ ജയിക്കുവാനുള്ള അധികാരം, ആർക്കാണ് അതിനുള്ള ക്വാളിറ്റി, അതാണ് അവിടെ പറയുന്നത്. അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവനെ അല്ലെ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് സാത്താനെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവനെ സ്നേഹിച്ചതുമില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാണനെ ത്യജിക്കണമെന്നല്ല. ഡൈങ് ടു സെൽഫ്, അല്ലെ നമ്മുടെ സ്വയത്വത്തെ നശിപ്പിക്കുക, ഞാനെന്നുള്ളൊരു ഭാവം, ഞാനെന്നുള്ളൊരു വ്യക്തിത്വം, അത് കർത്താവിൻ്റെ മുൻപിൽ ഇല്ലാതായി തീരുമ്പോഴാണ് കർത്താവ് നമുക്ക് തന്ന അധികാരങ്ങളെയും കർത്താവിൻ്റെ വചനത്തെയും ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. നിങ്ങൾ കണ്ടു കാണും, പല ദൈവദാസന്മാരും, ദൈവത്തിന് ശക്തമായി ശോഭിക്കുന്ന ദൈവദാസന്മാർ ഒറ്റ തവണ എവിടെയെങ്കിലും ഭൂതങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അവർ കർത്താവിൻ്റെ നാമം എടുത്തു പറയുമ്പോൾ അവിടുത്തെ വിടുതൽ അവിടെ സംഭവിക്കുകയാണ്. പക്ഷേ ചിലർ കർത്താവിൻ്റെ രക്തം അല്ലെ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ നാമം എത്ര തവണ പറഞ്ഞാലും അതിലൊരു വിടുതൽ അവിടെ സംഭവിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിടുതൽ സംഭവിക്കുന്ന യേശുവിൻ്റെ വചനപ്രകാരം നമ്മളതിനെ ഉപയോഗിക്കുമ്പോഴാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനത്തെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാലേ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യത്തുള്ളൂ. ഇതിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ എല്ലാ രീതികളും കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അതിൻ്റെതായ ഭാഗങ്ങളൂടെ നമ്മളതിനെ പ്രയോഗിച്ചാലേ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലേ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ വിടുതൽ എന്താണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ചെയ്യുന്നതെന്ന് നമുക്ക് അത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സോ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അവിടെ പറയുന്നത്, തങ്ങളുടെ പ്രാണങ്ങളെ സ്നേഹിക്കാത്തവർ, തങ്ങളുടെ ജീവനെ സ്നേഹിക്കാത്തവർ, അവരാണ് കർത്താവിൻ്റെ രക്തത്താലും അവരുടെ സാക്ഷ്യം കൊണ്ടും ദുഷ്ടനെ അല്ലെങ്കിൽ സാത്താനെ അവർ ജയിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, കർത്താവ് അവിടെ പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അല്ലാത്ത ആർക്കും കർത്താവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല. ക്രൂശെടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്ന ഒരു ക്രോസ് എടുത്തത് കർത്താവിൻ്റെ പുറകെ പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. ക്രൂശെന്ന് അവിടെ ഉദ്ദേശിക്കുന്ന തന്നെത്താൻ ത്യജിച്ച് ഞാൻ എന്നുള്ളൊരു വ്യക്തി
ഞാൻ കർത്താവിൽ വന്ന ദിവസം, അല്ലെ കർത്താവിനെ അറിഞ്ഞ ദിവസം, ഞാനെന്നുള്ളൊരു വ്യക്തി അവിടെ ഇല്ലാതായി തീരുകയാണ്. ഞാൻ അവിടെ ഇല്ല, കർത്താവ് മാത്രമാണുള്ളത്. എന്നിലൂടെ എങ്ങനെ കർത്താവ് മഹത്വപ്പെടണം, കർത്താവ് എങ്ങനെ എന്നിലൂടെ ഉയരണം, അതുമാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. നമുക്കൊരിക്കലും രണ്ട് ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ ആത്മീകരായിരിക്കും, അല്ലെങ്കിൽ ജഡികന്മാരായിരിക്കും. നമ്മളിൽ പല പാപസ്വഭാവങ്ങൾ വരാം, കാരണം നമ്മൾ മനുഷ്യരാണല്ലോ. പക്ഷെ ഓരോ ദിവസവും അതിൻ്റെ വചനത്താലും രക്തത്താലും നമ്മൾ വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സാത്താനെ ശരിക്കും ജയിക്കാൻ കഴിയുന്നത്. നമ്മുടെ വിചാരങ്ങളെ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി എന്നിൽ പോകുന്ന സകല ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് അവൻ്റെ ആ രൂപത്തോട് അനുരൂപമാകുവാൻ, അല്ലെ അവനെ ഒന്ന് അറിയുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. പൗലോസ് അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം അങ്ങനെ പറയണോ, ഇല്ലേ? പൗലോസിന് വ്യക്തമായിട്ടറിയാം, എന്നെ ഉപേക്ഷിക്കാതെ, അല്ലെ പൗലോസ് എന്നുള്ളൊരു വ്യക്തിയെ ഉപേക്ഷിക്കാതെ, കംപ്ലീറ്റായിട്ട് നമ്മൾ സെൽഫിൽ ഡൈ ചെയ്യാതെ കർത്താവിനെ അനുഗമിക്കാൻ, അല്ലെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവിനെ പിൻപറ്റുവാൻ, അവനെ സേവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അതല്ലേ ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും, നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവിന് വിരുദ്ധമായി നമ്മുടെ മൈൻഡിലും നമ്മുടെ ഹൃദയത്തിലും ഉയരുന്ന എല്ലാ ചിന്താഗതികളെയും നമ്മൾ മാറ്റിവെച്ച് ദൈവത്തെ യഥാർത്ഥമായിട്ട് നമ്മൾ സേവിക്കുമ്പോൾ പകുതി ലോകവും പകുതി ആത്മീയരും, അങ്ങനെ ഒരിക്കലും നമുക്ക് കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും വചനത്തിൻ്റെ ശക്തിയോ ആത്മാവിൻ്റെ ശക്തിയോ രക്തത്തിൻ്റെ വിടുതലോ അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ, നമ്മൾ കർത്താവിനെ പിൻപറ്റിയ നാളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുത്തായിരുന്നില്ലേ, ഞാൻ കർത്താവിൻ്റെതാണ്, കർത്താവിന് വേണ്ടി ജീവിക്കും. പക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ യഥാർത്ഥ വില, അല്ലെ യഥാർത്ഥ മീനിങ് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ ഇഷ്ടമല്ല ദൈവമക്കളെ അന്ന് തൊട്ട് നമ്മൾ ചെയ്യുന്ന, അന്ന് തൊട്ട് കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതം എന്താണ്, അതിനുവേണ്ടി ബധ്യപ്പെടുന്നവർ, അതിനുവേണ്ടി ഓടുന്നവരായിരിക്കണം നമ്മൾ. ഓരോ ദിവസവും നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ ചിന്താഗതികളാണ് വരുന്നതല്ലേ. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പല വിഷയങ്ങളുമായിട്ട് നമ്മൾ തോറ്റുപോവുകയാണ്. പലപ്പോഴും ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ സമയമാവുമ്പോൾ, അല്ലെ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് സമയങ്ങളെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അവിടെയൊക്കെയും നമ്മുടെ ജഡമാണ് ജയിക്കുന്നത്. അല്ലെ ഉപവസിക്കുന്ന കാര്യമായാലും പലപ്പോഴും ഉപവാസം നമ്മൾ എടുക്കുന്നവരാണ്. പക്ഷേ ഉപവസിക്കാൻ പലപ്പോഴും ചില മടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വയത്തെ നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ത്യജിക്കുവാൻ കഴിയുന്നില്ല. നമുക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റണമെങ്കിൽ നമ്മൾ സ്വയത്തെ ത്യജിക്കണം. നമ്മുടേതായ ആഗ്രഹങ്ങളും നമ്മുടേതായ ഇഷ്ടങ്ങളും ഒന്നുമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ കുടുംബമായാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ ഭാവിയായാലും നമ്മുടെ ഇഷ്ടങ്ങളായാലും എല്ലാത്തിലും കർത്താവിനെ മുൻപിൽ നിർത്തി നമ്മൾ കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിടുതൽ, അല്ലെ വചനത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, അവർ യേശുവിൻ്റെ രക്തം കൊണ്ടും അവരുടെ സാക്ഷ്യം കൊണ്ടുമാണ് അവർ സാത്താനെ ജയിക്കുന്നത്. സോ കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുന്നതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ഗുണമെന്ന് പറയുന്നത്. ഈ വചനത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അതാണ്, നമ്മളെ തന്നെ ത്യജിക്കുക, കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുക, പൂർണ്ണമായി സ്നേഹിക്കുക. ന്യായപ്രമാണത്തിൽ അതുകൊണ്ടല്ലേ കർത്താവ് ദൈവമായ യഹോവ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ദൈവമായ യഹോവയെ സേവിക്കാം. അതുമാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്കിനിയും കാണാം 2 കൊരിന്ത്യർ 10-ാം അധ്യായൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ അത്രേ. കോട്ടകൾ എന്ന് പറയുമ്പോൾ മാനുഷികമായ ഒരു മനുഷ്യനോ അല്ലെ ഒരു പ്രസ്ഥാനമോ ഒന്നുമല്ല. ഇവിടെ പറയുന്ന കോട്ടകൾ ശത്രുവിൻ്റെ കോട്ടകളാണ്. ദുഷ്ടൻ്റെ എല്ലാ തീയമ്പുകളെ ജയിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മുടെ വ്യക്തിത്വത്തെ, അല്ലെ നമ്മളെന്നുള്ളൊരു ഭാവം നമ്മളിൽ എന്നും ഉയരുന്നോ അന്ന് ക്രിസ്തു നമ്മളിൽ താഴുകയാണ്. ആ ഒരു ഭാവം നമ്മളിൽ എന്നും ഉണ്ടാകുന്നോ അന്നാണ് നമുക്ക് പൂർണ്ണമായിട്ട് വചനത്തെ പിൻപറ്റാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്ന വിഷയം, എങ്ങനെയാണ് നമ്മൾ ദുഷ്ടനെ ജയിക്കുന്നത്. ആദ്യത്തെ കാര്യം നമ്മൾ കേട്ടല്ലോ, യേശുവിൻ്റെ രക്തം കൊണ്ട്. രണ്ടാമത്തെ കർത്താവിൻ്റെ വചനം കൊണ്ട്. മൂന്നാമത്തെ നമ്മുടെ സാക്ഷ്യം കൊണ്ട്. ആദ്യത്തെ യേശുവിൻ്റെ രക്തം കൊണ്ട്, കർത്താവിൻ്റെ വചനം കൊണ്ട്, നമ്മുടെ സാക്ഷ്യം കൊണ്ട്. സോ നമ്മൾ എന്താണ് സാക്ഷീകരിക്കേണ്ടത്? ഈ കർത്താവിൻ്റെ രക്തം ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു സാക്ഷ്യം വേണം.
അല്ലേ? നമ്മളിത് സാക്ഷീകരിക്കണം, നമ്മൾ ഡിക്ലെയർ ചെയ്യണം, നമ്മുടെ വാ കൊണ്ട് നമ്മൾ പറയണം. എന്ത്? ഈ രക്തം നമുക്ക് വിടുതൽ തന്നു, ഈ രക്തം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ വാ കൊണ്ട് പറയണം. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ തോറ്റുപോകുന്നത്, അല്ലെ ദുഷ്ടൻ്റെ മുൻപിൽ തോറ്റുപോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ വിജയങ്ങളെ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത കാര്യം ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നില്ല. സാത്താനോട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സാത്താൻ പറയുന്നത് നമ്മൾ സാത്താൻ്റെയാണ്, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ എല്ലാം ദുഷ്ടൻ്റെയാണ്. അല്ല, നമ്മളത് പറയണം. പലപ്പോഴും നമ്മൾ വാ തുറന്ന് ദുഷ്ടനോട് അത് ഡിക്ലെയർ ചെയ്യണം, അത് പറയണം. ഇത് നിൻ്റെ അല്ല, ഞാൻ യേശുവിൻ്റെ വകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെയാണ്, എൻ്റെ എല്ലാം കർത്താവിൻ്റെയാണെന്ന് നമ്മൾ പറയണം. അതുപോലെ തന്നെ നമ്മൾ വചനത്തെ വാ കൊണ്ട് ഡിക്ലെയർ ചെയ്ത് പറയണം. നമ്മൾ പറയണം, യേശുവിൻ്റെ രക്തം എനിക്ക് വിടുതൽ തന്നു, ഇനി എനിക്ക് പാപത്തിന് എന്നിൽ സ്ഥാനമില്ല, അല്ലെ എൻ്റെ പഴയകാല പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനങ്ങൾ ഇനിയില്ല എന്ന് നമ്മൾ വാ കൊണ്ട് എന്ന് പറയാം. അതാണ് നമ്മുടെ സാക്ഷ്യം. അതാണ് നമ്മൾ വചനത്തെ സാക്ഷീകരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ വാ കൊണ്ട് ദുഷ്ടൻ്റെ മുൻപിൽ അത് ഏറ്റു പറയണം. കർത്താവ് എത്രയോ വട്ടം ദുഷ്ടനോട് 40 ദിവസം ഉപവാസം കർത്താവ് ഇരുന്നപ്പോൾ ദുഷ്ടൻ മുന്നിൽ വന്നപ്പോൾ കർത്താവ് എല്ലാം വചനം കൊണ്ട് പറഞ്ഞ് ജയിക്കുമായിരുന്നില്ലേ? ദൈവപുത്രനല്ലേ? ദൈവപുത്രൻ അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ സാത്താൻ വരെ വചനത്തിൻ്റെ ശക്തിയുടെ മുൻപിൽ, അല്ലെ വാ കൊണ്ട് വചനത്തിൻ്റെ ശക്തി കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ മുൻപിൽ ദുഷ്ടം ഒന്നും അവന് പറയാൻ സാധിച്ചില്ല. കാരണം അവന് അറിയാം, ഈ വചനം ഏറ്റവും വലിയ ശക്തിയാണ്, നമ്മുടെ ആയുധമാണ് ഈ വചനം. അപ്പം നിങ്ങളും ഞാനും എത്രമാത്രം ഈ വചനത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കണം, എത്രമാത്രം ഈ വചനത്തെ നമ്മൾ ഉപയോഗിക്കണം എന്നാലോചിച്ച് നോക്കിയേ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. വചനത്തെ നമ്മൾ വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം നമ്മുടെ വിശ്വാസത്തെ. അതിനാധാരമായിട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 21 തൊട്ട് 23 വരെ ഞാൻ വായിക്കുവാണ്. പുറപ്പാട് 12-ാം അധ്യായം 21 തൊട്ട് 23 വരെ. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായ അർപ്പിൻ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടിലക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേനാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രൈമരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടിമേലും കട്ടലക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. സ്തോത്രം. ഇതിൻ്റെ ചരിത്രമല്ല നിങ്ങൾക്കറിയാം. ഇവിടെ മോശയോട് ദൈവം പറയുകയാണ് പെസഹ എങ്ങനെ ആചരിക്കണം. രക്തമെടുത്ത് ഓരോ ഭവനക്കാരും നമ്മളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിവിടെ പറയുന്നത് നമ്മൾ തന്നെ രക്തമെടുത്ത് നമ്മുടെ കട്ടലക്കാൽ, നമ്മുടെ വാതിൽമേൽ പുരട്ടണം. ഇത് തന്നെയാണ് ഞാനും ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യണം. അത് ആരും നമുക്ക് വേണ്ടി ചെയ്യത്തില്ല. നമ്മളത് പറയുമ്പോൾ, നമ്മളവിടെ കർത്താവിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുമ്പോൾ ദുഷ്ടൻ അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ഇവിടെ എഴുതിയേക്കുന്ന ഈസോപ്പ് കൊണ്ട് ആ രക്തം നമ്മൾ തളിക്കണം. ഈസോപ്പ് എന്ന് പറയുന്നത് ഒരു ചെടിയാണ്, ഇസ്രായേലിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അത് മതിൽമേൽ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്ന ഒരു ചെടിയാണ്. 51-ാം സങ്കീർത്തനം 51-ൽ ദാവീദ് പറയുന്നുണ്ട്, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. അതൊരു സോപ്പല്ല, അതൊരു ചെടിയാണ്. ഇസ്രായേലിൽ കാണപ്പെടുന്ന മതിൽമേൽ ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. ആ ഒരു ഇസോപ്പ് ചെടി വെച്ചാണ് മോശയുടെ ദൈവമായ യഹോവ പറഞ്ഞത്, രക്തം നീ അത് വെച്ച് തളിക്കണം. അപ്പോൾ ഈ രക്തമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് എടുത്ത് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ച് വചനം കൊണ്ട്, നമ്മുടെ വാ കൊണ്ട് ഡിക്ലെയർ ചെയ്ത് നമ്മളത് പറയണം. നമ്മുടെ ഭവനത്തിന്മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും സാത്താൻ ഒരു അവകാശവുമില്ലെന്ന് നമ്മളത് പ്രഖ്യാപിക്കുമ്പോഴാണ് ശത്രു അവിടെ തോൽക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടാൽ അതെങ്ങനെയായിരിക്കണം, അത് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആദ്യത്തെ കാര്യം അവിടെ പറയുന്നുണ്ട്, ഈ രക്തം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുൻപായി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം, അതിൻ്റെ ഒന്നാമത്തെ ഗുണമെന്ന് വെച്ചാൽ 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം, അതിന് വേണ്ട ഏറ്റവും പ്രാധാന്യമായ കാര്യം അനുസരണമാണ്. നമ്മൾ കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുമ്പോൾ, അല്ലെ അനുസരിക്കുമ്പോഴാണ്, ദൈവവചനത്തോടുള്ള അനുസരണമാണ് നമ്മുടെ സാക്ഷ്യമായിട്ട് വരുന്നത്. അതാണ് നമ്മുടെ സാക്ഷ്യം. അതാണ് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ശത്രുവായവൻ ആ വചനത്തിന് മുൻപിൽ, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ശത്രു അവിടെ താഴെ വീഴുന്നു. അതുകൊണ്ട് നമ്മളിൽ ആ സാക്ഷ്യമുണ്ടെങ്കിലേ സാത്താന് പേടി വരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ സാക്ഷ്യമില്ലാത്തവർ എന്തു പറഞ്ഞാലും ശത്രുവിന് അതൊന്നും ഭയമില്ല.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്രകാരമാണ് നമ്മളത് ജീവിക്കുന്നത് അത് വ്യക്തമായിട്ട് സാത്താൻ അറിയാം. അങ്ങനെ ജീവിക്കാത്ത ഒരു വ്യക്തി സാത്താനോട് പറഞ്ഞാൽ സാത്താൻ അതൊരു വിഷയമല്ല, സാത്താൻ എവിടെ എങ്ങും പോകത്തില്ല. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ ആ സാക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ഒരു അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, വചനത്തോടും ആത്മാവിനോടും ഒരു അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ സാക്ഷ്യത്തെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ സാക്ഷ്യമാണ് നമ്മളെ വിടിവിക്കുന്നത്. അപ്പം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ കാര്യം, എഫെസ്യർക്കെതിരെ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. സോ അവിടെ നമ്മൾ എഴുതിയേക്കുന്നത് ഈ രക്തം നമുക്ക് എന്താണ് ചെയ്തു തരുന്നത്? ഞാൻ മുഴുവൻ വാക്യം വായിച്ചില്ല, നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. വചനം നമുക്ക് എന്താ തരുന്നത്? നമുക്ക് ക്ഷമയാണ് തരുന്നത്. നമ്മളെ പഴയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് നമുക്കൊരു പുതിയ ജീവിതം തന്നു, അല്ലേ? ഈ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ ഈ ലോക മനുഷ്യനിൽ നിന്ന് മാറി കർത്താവിൻ്റെ പൈതലായി തീർന്നത്. നമുക്കിനി ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന് പൗലോസ് പറയുന്നത്. നമ്മുടെ പഴയത് കഴിഞ്ഞുപോയി, നമ്മുടെ പഴയ ജീവിതം ഇനി നമ്മുടെ പുതിയ ജീവിതത്തിൽ, അല്ലേ, നമ്മുടെ ഈ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. അതിൻ്റെ യാതൊരു അംശവും ഇനിയില്ല. നിങ്ങളെ ആരെങ്കിലും ഇനി പറയുവാണ് നിങ്ങൾ പണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയണം. ബിക്കോസ് കർത്താവ് അത് മായ്ച്ചു കളഞ്ഞു. കർത്താവ് നമ്മുടെ ഹിസ്റ്ററി എല്ലാം മായ്ച്ചിട്ടാണ് ദൈവസന്നിധിയിൽ നമ്മളെ കൊണ്ടുവന്നത്. നമുക്കിനി ഒരു ശിക്ഷാവിധിയും അതിനില്ല. സോ ഞാൻ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പഴയ ജീവിതത്തെക്കുറിച്ച് അവർ ഇപ്പോഴും ദുഃഖിക്കാറുണ്ട്, അല്ലെ പണ്ട് അവർ ഇന്നത് ചെയ്തായിരുന്നു, പണ്ട് അവരുടെ ജീവിതത്തിൽ ഇന്ന തെറ്റ് സംഭവിച്ചു. പക്ഷേ കർത്താവ് അതൊന്നും ഓർക്കുന്നില്ല. കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവപൈതലാണോ? നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നുമില്ല, അതിനിയില്ല, അതൊരിക്കലും നടന്നിട്ടില്ല എന്ന് സാത്താനോട് നിങ്ങൾ പറയണം. പലപ്പോഴും നമ്മുടെ മൈൻഡിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ കടന്നു വരാറില്ലേ? ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, പണ്ട് ഞാൻ ഇന്നത് പോയിട്ടുണ്ട്, ഇന്നതുപോലെ നടന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ചിന്തകളെല്ലാം സാത്താൻ കൊണ്ടുവരുന്ന വിഷയങ്ങളാണ്. ഒരിക്കലും നേരിട്ട് സാത്താൻ നമ്മുടെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു വിഷയങ്ങളും ചെയ്യത്തില്ല. അവൻ നമ്മളെ കൊടുക്കുന്ന അവൻ തന്ത്രവാദിയാണ്. അവൻ്റെ സകല തന്ത്രങ്ങളെ എതിർപ്പാൻ തക്കവണ്ണം സർവായുധവർഗം ധരിക്കാനല്ലേ പൗലോസ് പറയുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പാപികളാണ്, നമ്മൾ തെറ്റ് ചെയ്തവരാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പാപികളല്ല. കർത്താവ് നമ്മളെ നീതിമാന്മാരാക്കി. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പഴയ പാപത്തിൽ നിന്ന്, പഴയ ജീവിതത്തിൽ നിന്ന്, പാപത്തിൻ്റെ ചേറ്റിൽ നിന്ന് കർത്താവ് നമ്മളെ പാറമേൽ നിർത്തി എന്നല്ലേ ദാവീദ് പറയുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മൾ നിൽക്കുമ്പോൾ ഇനി പഴയ ജീവിതത്തിൻ്റെ ഒരു പാപവും നമ്മുടെ ജീവിതത്തിലില്ല. സോ ആദ്യത്തെ കാര്യം കർത്താവ് ചെയ്തത്, ഈ രക്തം കൊണ്ട് നമുക്ക് തന്ന വിടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പാപങ്ങളെ, നമ്മുടെ പഴയ ലൈഫിനെ കർത്താവ് മായ്ച്ചു കളഞ്ഞു. പഴയ പാപങ്ങൾ ഇനി ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതാണ് ആദ്യത്തെ കാര്യം കർത്താവ് ചെയ്തത്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം കർത്താവ് ചെയ്ത് അവൻ്റെ വചനത്തിൽ നമുക്ക് കാണാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അവിടെ നമ്മൾ വായിച്ച അതൊരു പ്രസൻറ്റ് ടെൻസിലാണ്, ശുദ്ധീകരിക്കുന്നു. സോ ഡെയിലി ഇന്നും നമ്മൾ കർത്താവിൽ ജീവിക്കുന്നുവെങ്കിലും ദിവസവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി ക്ലെൻസിങ് ആണ് അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കേണ്ടത്. കർത്താവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം, പ്രസൻറ്റ് ടെൻസ് ആണ്. സോ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഓരോ ദിവസവും അവൻ്റെ വചനത്താലും അവൻ്റെ രക്തത്താലും കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ച് അവൻ്റെ രാജ്യത്തോട് കർത്താവ് നമ്മളെ അടുപ്പിക്കുന്നു. സ്തോത്രം. ഈ ഒരു ഭാഗ്യം നമുക്കുള്ളത് കൊണ്ടാണ്, ഈ കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നത്. പഴയ നിയമത്തിൽ ഓരോ യാഗത്തിനും ചെയ്യാൻ വേണ്ടി ഓരോ പ്രാവശ്യം അവർ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കാളകളെയോ അങ്ങനെ ഓരോ മൃഗങ്ങളെ അവർ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഓരോ പാപത്തിൻ്റെ അതിൻ്റെതായ പ്രായശ്ചിത്തം അവർ കഴിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കർത്താവ് സകല പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായിട്ട് യാഗമായി തീർന്നു, ഇല്ലേ? ആ യാഗത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവമക്കളെ. സോ ഈ രക്തം രണ്ടാമത് നമുക്ക് ചെയ്തത് നമ്മുടെ ഡെയിലി ക്ലെൻസിങ് കർത്താവിൻ്റെ രക്തം ചെയ്യുന്നു. ഓരോ ദിവസവും കർത്താവിനോട് അടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയതും വലിയതുമായ എല്ലാ തെറ്റുകളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുമല്ലോ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഈ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് തടസ്സമായി നമുക്ക് മൈൻഡിൽ വരുന്ന എല്ലാ വിഷയങ്ങളും, നമ്മളൊരിക്കലും പാപം ചെയ്യത്തില്ല, അല്ലെ പാപമില്ല എന്ന് പറയുന്ന വ്യക്തി തെറ്റാണ്, കള്ളനാന്ന് യോഹന്നാൻ പറയുന്നത്, യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. സോ നമ്മുടെ
ജീവിതത്തിൽ പാപങ്ങളൊക്കെ കടന്നു വരും, നമ്മുടെ വാക്കിൽ സംസാരത്തിലൊക്കെയും വിഷയങ്ങൾ കടന്നു വരും. പക്ഷേ കർത്താവിൻ്റെ രക്തം നമ്മളെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ക്ലെൻസ് ചെയ്യുക, ഡെയിലി നമ്മളെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഈ യേശുവിൻ്റെ രക്തം നമ്മളെ സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. ആ ഒരു മഹത്വം, ആ ഒരു വിടുതൽ ഈ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലെ ഒരു സോപ്പിനും ഈ ലോകത്തിലെ ഒരു ക്ലെൻസിങ് ഏജൻറ്റിനും ശുദ്ധീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരേ ഒരു യേശുവിൻ്റെ രക്തം മാത്രമുള്ളൂ. മൂന്നാമത്തെ വിഷയം റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലുണ്ട്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. സ്തോത്രം. അത് മുഴുവൻ ഞാൻ വായിച്ചില്ല. റോമാലേഖനം 5-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ പഴയ ജീവിതത്തിൽ നിന്ന് വിടിവിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് കൊണ്ടുവന്നു, അല്ലേ? ശുദ്ധീകരിച്ച് കൊണ്ടുവന്ന് ഡെയിലി ക്ലെൻസ് ചെയ്യുന്നു. ഡെയിലി നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ അന്ത്യകാലത്തിലെ കോപത്തിൽ നമ്മളെ എത്ര അധികമായി കർത്താവ് വിടിവിക്കും എന്നുള്ള പ്രാഗൽഭ്യം, എന്നുള്ള ഉറപ്പാണ് പൗലോസ് അവിടെ തരുന്ന വചനത്തിലൂടെ. കാരണം ഡെയിലി ക്ലെൻസ് ചെയ്ത് നമ്മൾ ദൈവസന്നിധിയിൽ അവൻ്റെ രാജ്യത്തോട്, കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തോണ്ടിരിക്കുമ്പോൾ, ലോകമെല്ലാം അവൻ്റെ ന്യായവിധിയെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഈ കോപാഗ്നിയിൽ നമ്മൾ പെടത്തില്ല ദൈവമക്കളെ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ കോപത്തിൽ നിന്ന് എത്രമാത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കുള്ള ശിക്ഷാവിധി ഇല്ല. ഇനി നമ്മൾ കർത്താവിനോടുകൂടെ നിത്യകാലം വാഴേണ്ടവരാണ്. സ്തോത്രം. ഈ സൗഭാഗ്യത്തെ ഓർത്ത് ഓരോ ദിവസവും കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യണം കേട്ടോ. കാരണം ലോകമെല്ലാം കർത്താവിൻ്റെ വരവിനെ, ഈ സൃഷ്ടി മുഴുവൻ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷേ ആ കോപ ദിവസത്തിൽ കർത്താവ് നമ്മളെ വെക്കത്തില്ല. അതിന് മുൻപേ സഭയാകുന്ന മണവാട്ടി കർത്താവിനോടൊപ്പം എടുക്കപ്പെടും. നമ്മൾ ഈ കോപത്തിനുള്ളവരല്ല, ആ കോപ ദിവസം കാണേണ്ടവരല്ല. സ്തോത്രം. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെങ്ങനെയാണ് സാധിച്ചത്? കർത്താവിൻ്റെ ഈ വിശുദ്ധ രക്തം, കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ് നമ്മളെ വിടിവിച്ചത്, അതിന് നമുക്ക് കാരണമായി തീർന്നത്. കർത്താവിൻ്റെ രക്തം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 3 വിഷയങ്ങളെ പറഞ്ഞുള്ളൂ. ഈ വീഡിയോ ഈ മൊത്തം വിഷയങ്ങളെ പറയാൻ തികയത്തില്ല. കർത്താവിൻ്റെ രക്തം എന്ന വിഷയം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വിഷയം. വിശേഷാൽ ഞാൻ ഈ കാരണങ്ങൾ പറയാൻ ദൈവാത്മാവിനെ ഓർപ്പിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റിൽ നടന്ന വിഷയം, നമ്മുടെ ഭൂതകാലത്തിൽ നടന്ന വിഷയങ്ങളൊക്കെയും പല വിഷയങ്ങൾ ഇന്നും നമ്മുടെ പ്രസൻറ്റിൽ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ചിന്തിപ്പിച്ച് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഡിപ്രഷനിൽ പോകുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേരങ്ങനെയുണ്ട്. ഇന്ന് ഒത്തിരി ഈ മാനസിക അസുഖങ്ങളുള്ളവർ, മാനസികമായ ബുദ്ധിമുട്ടുള്ളവർ, കൂടുതൽ ശതമാനവും അത് സാത്താന്യമാണ്. കാരണം അവർ ഒരുപക്ഷെ അവരുടെ ബാല്യകാലത്തിൽ, അവരുടെ ചെറുപ്രായത്തിൽ അവരനുഭവിച്ച വിഷയങ്ങൾ, അവർ വീട്ടിൽ അല്ലെ മറ്റുള്ളവരിൽ നിന്ന് അവരനുഭവിച്ച ഒരു വാക്ക് അല്ലെ ഒരു പ്രവൃത്തിയാണ് ഇന്നും അവരെ വേട്ടയാടുന്നത്. അത് അവരുടെ ജീവിതത്തെ മുഴുവനായിട്ട് തകർത്ത് മാറ്റി. പക്ഷെ ക്രിസ്തുവിലുള്ള ഒരാൾ, ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക്, ഈ രക്തത്തിൻ്റെ വിടുതൽ അനുഭവിച്ച ഒരു വ്യക്തിക്ക് കർത്താവ് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, പഴയതൊന്നും ജീവിതത്തിലില്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? അങ്ങനെയൊക്കെ ഒത്തിരി പേരുകൾ, വിശേഷ യൗവനക്കാർ ഒത്തിരി പേരിങ്ങനെയുണ്ട്. പഴയകാല വിഷയങ്ങൾ അവരുടെ ജീവിതത്തെ ഇന്നും അവരെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന ഒരുപാട് യൗവനക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അവരൊക്കെയും ഈ വചനം അറിയണം. ശരിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ഈ രക്തത്തിൻ്റെ വിടുതൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ശരി, ക്രിസ്തുവിനെ അറിഞ്ഞ് എന്ന് പറയുകയും ചെയ്യുന്ന അനേകർ ഇന്നും ഈ ബോണ്ടേജിൽ, ഇന്നും ഈ ബന്ധനത്തിൽ കിടക്കുന്ന അനേകരെ എനിക്കറിയാം. കാരണം അവർക്ക് ഈ രക്തത്തിൻ്റെ വിടുതൽ മനസ്സിലായിട്ടില്ല. ഈ രക്തത്തിൻ്റെ ആ സ്വാതന്ത്ര്യം അവർക്ക് വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത് എന്ന് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരെ ഇന്നും സാത്താൻ കാരണം പിശാച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ ഗ്ലോറി അല്ലെ ഇതിൻ്റെ യഥാർത്ഥ മഹത്വം, യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം അറിയാൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ലോകത്തിലെ ഒന്നും വേണ്ടാന്ന് പറയും. ഈ ലോകത്തിലെ ധനമോ മാനമോ സമ്പത്തോ ഒന്നുമല്ല ദൈവമക്കളെ. അതൊക്കെ കഴിഞ്ഞു പോകുന്ന അല്ലെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. പക്ഷെ ഒരിക്കലും നശിക്കാത്തതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നിത്യമായുള്ള വിടുതൽ, സകല പാപത്തിൽ നിന്നും മാനസികമായി നമ്മളെ വേട്ടയാടുന്ന എല്ലാ ഭാരത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഈ രക്തത്താലാണ് വീണ്ടെടുത്ത്. ഈ മെസ്സേജ് നിങ്ങൾ പലർക്കും ഷെയർ ചെയ്യണം. അങ്ങനെ അറിയുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. ഇന്നും പഴയ വിഷയങ്ങൾ അവരെ വേട്ടയാടുന്ന അല്ലെ അതിൽ നിന്ന് ഭാരത്തിലായിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം തന്നെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കാരണം തകർന്നിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്.
നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പരമാവധി മെസ്സേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ രക്തം അനേകർക്കൊരു വിടുതലായി തീരട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രക്തത്തിൻ്റെ വിടുതൽ, ഈ കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളും ഈ കർത്താവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് സ്തോത്രം പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. ഇനി അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളെ രക്തത്തിൻ്റെ പൂർണ്ണ വിടുതൽ, പൂർണ്ണമായ എൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പരിശുദ്ധാത്മാവിനായി നമ്മളെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടെ ഞാൻ വീണ്ടും സമർപ്പിക്കുകയാണ്. സ്തോത്രം.